ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിൻ്റെ ടോപ്പിക്കായ വേവ് മോഷൻ ആണ്. അപ്പോൾ പതിവ് പോലെ ഈ ടോപ്പിക്കിൽ നിന്നും PSC, SSC, UPSC തുടങ്ങിയ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിനെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരു നല്ല ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാം ഒന്ന് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വാട്ട് ഈസ് എ വേവ്, അതായത് തരംഗം എന്നാൽ എന്ത്? A wave is a disturbance that travels through a medium or space carrying energy from one place to another without transferring matter. അതായത് വേവ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആണ്, അല്ലെങ്കിൽ ഒരു വിക്ഷോഭമാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? കണികകളുടെ കമ്പനം മൂലം ദ്രവ്യത്തിന് മൊത്തത്തിൽ അത് സ്ഥാനമാറ്റമില്ലാതെ എനർജി അല്ലെങ്കിൽ ഊർജം മാത്രം ട്രാൻസ്ഫർ ആവുന്ന ഒരു തരം വിക്ഷോഭം അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വേവ് അല്ലെങ്കിൽ തരംഗം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എനർജി ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നത്. പാർട്ടിക്കിൾസ് അവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. എനർജി ട്രാൻസ്ഫർ മാത്രമാണ് നടക്കുന്നത്. പാർട്ടിക്കിൾസ് ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് വെൻ യു ത്രോ എ സ്റ്റോൺ ഇൻ വാട്ടർ, റിപ്പിൾസ് ട്രാവൽ അറൗണ്ട്, എനർജി മൂവ്സ് ബട്ട് ദ വാട്ടർ മോളിക്യൂൾ ജസ്റ്റ് വൈബ്രേറ്റ് അബൌട്ട് ദെയർ പൊസിഷൻ. അതായത് നമ്മളൊരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കല്ല് വീണിട്ട് അവിടെ നിന്ന് ഓളങ്ങൾ ഇങ്ങനെ വ്യാപിച്ച് പോകുന്നത് നമുക്ക് കാണാം അല്ലേ? അവിടെ എനർജിയാണ് മൂവ് ചെയ്യുന്നത്. വാട്ടർ മോളിക്യൂൾസ് എന്താ ചെയ്യുന്നത്? അവിടെ അവരുടെ അതേ സ്ഥാനത്ത് നിന്നൊന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വേവ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. വേവ്സിനെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് മെക്കാനിക്കൽ വേവ്സ്, രണ്ടെന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ മെക്കാനിക്കൽ വേവ്സ് എന്ന് വെച്ചാൽ ആ വേവ്സിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മീഡിയം അല്ലെങ്കിൽ മാധ്യമം ആവശ്യമാണ്. മെക്കാനിക്കൽ വേവ്സ് റിക്വയേഴ്സ് എ മീഡിയം. അതേ സ്ഥാനത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിൻ്റെയും ആവശ്യമില്ല. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഡു നോട്ട് റിക്വയർ എ മീഡിയം. ഇനി മെക്കാനിക്കൽ വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നും ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഒരു ഉദാഹരണമാണ് സൗണ്ട് വേവ്സ്. അതേ സ്ഥാനത്ത് ട്രാൻസ്വേഴ്സ് വേവ്സിന് ഒരു ഉദാഹരണമാണ് വാട്ടർ വേവ്സ്. അതേപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് നിങ്ങൾക്ക് അറിയാലോ, ലൈറ്റ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, എക്സ്റേസ്, അൾട്രാ വയലറ്റ് റേസ്, റേഡിയോ വേവ്സ് ഒക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ വേവ്സിനെ ട്രാൻസ്വേഴ്സ് വേവ്സ് എന്നും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന്. ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് വെച്ചാൽ മലയാളത്തിൽ അനുപ്രസ്ഥ തരംഗങ്ങളെന്നും, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വെച്ചാൽ മലയാളത്തിൽ അനുദൈർഘ്യ തരംഗങ്ങളും എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഇവ ഓരോന്നിൻ്റെയും വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഡെഫിനിഷൻ നോക്കാം. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അതായത് വേവ് പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ലംബമായായിരിക്കും പാർട്ടിക്കിൾസ് കമ്പനം ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ഇവിടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാണ്, അതായത് സമാന്തരമായാണ് കമ്പനം ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് വേവിലെ പാർട്ടിക്കിൾ മോഷൻ എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ ആണ്, അതായത് വൈബ്രേറ്റ് അപ്പ് ആൻഡ് ഡൗൺ വൈൽ ദ വേവ്സ് മൂവ്സ് ഹൊറിസോണ്ടലി. വേവ്സ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകുമ്പോൾ പാർട്ടിക്കിൾസ് അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അതേ സ്ഥാനത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നോക്കിയാൽ വൈബ്രേറ്റ് ബാക്ക് ആൻഡ് ഫോർത്ത് അലോങ് ദ സെയിം ലൈൻ ആസ് ദ വേവ്. അതായത് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ഉള്ളൊരു മോഷൻ പോലെ ഈ വേവിൻ്റെ അതേ ഡയറക്ഷനിലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലെ പാർട്ടിക്കിൾ മോഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ വേവ് പാർട്സ് ആണ്, അതായത് ആ തരംഗത്തിൻ്റെ ഭാഗങ്ങൾ. ട്രാൻസ്വേഴ്സ് വേവ്സിൽ ഹാവ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്, അതായത് ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാക്കുന്നു. അതേ സ്ഥാനത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ഹാവ് കംപ്രഷൻസ് ആൻഡ് റെയർ ഫാക്ഷൻസ്, അതായത് ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും സൃഷ്ടിക്കുന്നു.
അതുപോലെ മീഡിയം ഓഫ് ട്രാവൽ നോക്കാം. ഇനി ട്രാൻസ്വേഴ്സ് വേവിൽ ക്യാൻ ട്രാവൽ ഒൺലി ത്രൂ സോളിഡ്സ് ഓർ ലിക്വിഡ് സർഫസസ് നോട്ട് ഗ്യാസസ്. ട്രാൻസ്വേഴ്സ് വേവ് അഥവാ അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് സോളിഡ്സിലൂടെയും ലിക്വിഡ് സർഫസിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കൂ, ഗ്യാസസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല. അതേ സ്ഥാനത്ത് ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സ് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സിന് എങ്ങനെയാണ് സോളിഡ്സിലും ലിക്വിഡ്സിലും ഗ്യാസസിലും ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഫീച്ചർ എനർജി ട്രാൻസ്ഫർ. ട്രാൻസ്വേഴ്സ് വേവിൽ എനർജി മൂവ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ. അതായത് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ എനർജി എന്ന് പറയുന്നത് ലംബമായാണ്, അതായത് വൈബ്രേഷന് ലംബമായാണ് എനർജിയും സഞ്ചരിക്കുന്നത്. അതേ സ്ഥാനത്ത് ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സിന് ഉദാഹരണമായി വരുന്നത് സൗണ്ട് വേവ്സ് ഇൻ എയർ, ട്യൂണിംഗ് ഫോഗ് വൈബ്രേഷൻ, സീസ്മിക് പി വേവ്സ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് വേവ്സ് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിക്ചർ നോക്കാം. അപ്പോൾ ഈ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്വേഴ്സ് വേവിൻ്റെയും ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സിൻ്റെയും എന്താണ് ആ ഒരു വ്യത്യാസമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് കൊടുത്തേക്കുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ മോഷൻ നോക്കിക്കേ എങ്ങനെയാണ്, ക്രസ്റ്റും ട്രഫും ഉണ്ടാക്കിയാണ് അത് മുന്നോട്ട് നീങ്ങുന്നത് അല്ലേ. അതേ സ്ഥാനത്ത് ലോഞ്ചിറ്റ്യൂഡനൽ വേവ് നോക്കിക്കേ, കുറച്ച് സ്ഥലത്ത് എന്താണ് കംപ്രഷൻ, കുറച്ച് സ്ഥലത്ത് റെയർഫാക്ഷൻ, കുറച്ച് സ്ഥലം ഇങ്ങനെ അടുങ്ങിയിരിക്കുന്നത് അല്ലേ, അതാണ് എന്ത് കംപ്രഷൻ എന്ന് പറയുന്നത്. അകലെ വിട്ടിരിക്കുന്നതാണ് റെയർഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ക്രസ്റ്റ്, ട്രഫ്, റെയർഫാക്ഷൻ, കംപ്രഷൻ എന്നൊക്കെ അറിയോ? അതും കൂടെ ഒന്ന് ചെറുതായിട്ട് പറയാം. ഈ ശൃംഗം അഥവാ ക്രസ്റ്റ് എന്ന് പറയുന്നത് തുലന സ്ഥാനത്ത് നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ട്രാൻസ്വേഴ്സ് വേവിൽ. അതുപോലെ തുലന സ്ഥാനത്ത് നിന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗമാണ് ഗർത്തങ്ങൾ അഥവാ ട്രഫ് എന്നറിയപ്പെടുന്നത്. ഇത് ട്രാൻസ്വേഴ്സ് വേവിലാണ് ക്രസ്റ്റും ട്രഫും ഉണ്ടാവുന്നത്. ഇനി അടുത്ത ലോഞ്ചിറ്റ്യൂഡനൽ വേവിലെ കംപ്രഷനും റെയർഫാക്ഷനും എന്താണെന്ന് നോക്കാം. കംപ്രഷൻ എന്ന് വെച്ചാൽ ഉച്ചമർദ്ദ മേഖല അഥവാ എന്താണ് ഹൈ പ്രഷർ ആയിട്ടുള്ള സ്ഥലമാണ്. അതേപോലെ റെയർഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂനമർദ്ദ മേഖല, നീചമർദ്ദ മേഖല എന്നൊക്കെ പറയുന്നത്, അതായത് പ്രഷർ കുറഞ്ഞിരിക്കുന്ന ഭാഗം. അപ്പോൾ ഉച്ചമർദ്ദ മേഖല സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ കമ്പന വസ്തു മുന്നോട്ട് ചലിക്കുമ്പോൾ അത് മുൻവശത്തുള്ള വായുവിനെ കംപ്രസ് ചെയ്യുന്നത് മൂലമാണ് അതുണ്ടാവുന്നത്. അതേ സ്ഥാനത്ത് റെയർഫാക്ഷൻ അഥവാ ന്യൂനമർദ്ദ മേഖല എങ്ങനെയാണ്, പിറകോട്ട് ചലിക്കുമ്പോൾ, അതായത് കമ്പന വസ്തു പിറകോട്ട് ചലിക്കുമ്പോൾ താഴ്ന്ന മർദ്ദമുള്ള ഒരു പ്രതലം സൃഷ്ടിക്കപ്പെടുന്നു. അതാണ് ന്യൂനമർദ്ദ മേഖല അഥവാ റെയർഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണ് സൗണ്ട് വേവ് എന്ന് പറയുന്നത് എന്ത് തരം വേവിന് ഉദാഹരണമാണ്? ലോഞ്ചിറ്റ്യൂഡനൽ വേവിന് ഉദാഹരണമാണ്, അഥവാ അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അനുദൈർഘ്യ തരംഗങ്ങളിലല്ലേ ഈ കംപ്രഷനും റെയർഫാക്ഷനും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ് ഒരു ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ചെവിയിലെത്തുന്ന ആ ശബ്ദം നമ്മുടെ ചെവിയിലെത്തുന്നതായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് പ്രോഗ്രസീവ് വേവ് എന്താണെന്നാണ്. പ്രോഗ്രസീവ് വേവ് അഥവാ പ്രയാണ തരംഗം എന്ന് പറയാം. എ പ്രോഗ്രസീവ് വേവ് ഓർ ട്രാവലിംഗ് വേവ് ഈസ് വൺ ദാറ്റ് ട്രാൻസ്ഫേഴ്സ് എനർജി കണ്ടിന്യൂസ്ലി ഫ്രം വൺ പോയിന്റ് ടു അനദർ ഇൻ എ മീഡിയം വിത്തൗട്ട് പെർമനൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് മറ്റൊന്നുമില്ല, നമ്മളിപ്പോൾ പഠിച്ച ട്രാൻസ്വേഴ്സ് വേവ്സും ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സും ഒക്കെ എന്താണ് ഒരു പ്രോഗ്രസീവ് വേവ് തന്നെയാണ്. അതായത് എന്താണ്, അവ എനർജി മാത്രം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേ സ്ഥാനത്ത് അതിൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവരുടെ അതേ സ്ഥാനത്ത് നിന്ന് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് അത് അവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. Each particle performs simple harmonic motion but with a phase difference depending on its position. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ് ആണ്. പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഫോർ എ വേവ് മൂവിങ് അലോങ് ദ പ്ലസ് എക്സ് ഡയറക്ഷൻ, അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ സഞ്ചരിക്കുന്ന വേവ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ് y of x, t is equal to a sin omega t minus kx or y is equal to a sin 2 pi f t minus x by lambda. ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് നമുക്ക് ഈ ഇക്വേഷനിലെ ഓരോ ടേമും പറയുമ്പോൾ മനസ്സിലാവും. ഈ y of x, t എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പൊസിഷൻ x ആൻഡ് ടൈം t,
അതായത് എക്സ് എന്ന പൊസിഷനിൽ ടി എന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റാണ് വൈ ഓഫ് എക്സ് കോമ ടി എന്ന് വെച്ചാൽ. അതേ സ്ഥാനത്ത് എ എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലാർ ഫ്രീക്വൻസി. ഈ ഒമേഗ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? ഒമേഗ = 2π × എഫ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീക്വൻസി. ഇനി കെ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. ഈ ഇക്വേഷനിൽ കെ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. വേവ് നമ്പർ കണ്ടുപിടിക്കുന്നത് k = 2π/λ. ലാംഡ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് ആണ്. ഇനി അടുത്തത് എക്സ് എന്ന് വെച്ചാൽ ഇക്വേഷനിലെ എക്സ് എന്ന് വെച്ചാൽ പൊസിഷനും ടി ടൈമും ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഫോർ എ വേവ് മൂവിങ് അലോങ് ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, അതായത് നെഗറ്റീവ് എക്സിൻ്റെ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഒരു ചെറിയ ചേഞ്ചേ വരും. എന്താണ്? മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് വരും. അതായത് +x ഡയറക്ഷൻ ആണെങ്കിൽ ഇക്വേഷനിൽ നെഗറ്റീവ് സൈൻ വരും. നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഇക്വേഷനിൽ പ്ലസ് വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഓഫ് എക്സ് കോമ ടി = a sin ωt + kx or y = a sin 2π ft + x/λ. വലുതായിട്ടൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ y = a sin ωt - kx. ഇറ്റ് ഈസ് എ വേവ് ഡാഷ്. അതായത് ഒരു വേവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ തന്നിരിക്കുന്നത് a sin ωt - kx എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയുള്ള വേവ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഇക്വേഷനിൽ മൈനസ് വരെയാണെങ്കിൽ അത് +x ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള വേവാണ് ദ വേവ് ട്രാവലിംഗ് ഇൻ +x ഡയറക്ഷൻ. അപ്പോൾ ഇനി എക്സ്പ്ലനേഷൻ കൂടെ നോക്കാം. ദ -kx ടേം ഇൻഡിക്കേറ്റ്സ് ഫോർവേഡ് ഓർ +x പ്രൊപ്പഗേഷൻ ആൻഡ് +kx ഇൻഡിക്കേറ്റ്സ് ബാക്ക്വേർഡ് ഓർ -x പ്രൊപ്പഗേഷൻ. അതായത് ഇക്വേഷനിൽ മൈനസ് ആണ് വരുന്നതെങ്കിൽ +x ഡയറക്ഷനിലും, ഇക്വേഷനിൽ എന്താണ് +kx ആണ് വരുന്നതെങ്കിൽ -x ഡയറക്ഷനിലും ആയിരിക്കും വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ റേഷ്യോ ω/k റെപ്രസെൻറ്റ്സ് ഡാഷ്. അതായത് ω/k എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദ്യം. എന്താണ്? വേവ് സ്പീഡ് അല്ലെങ്കിൽ എന്താണ്? വേവിൻ്റെ വെലോസിറ്റിയാണ് ω/k ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വെലോസിറ്റി v = ω/k. ഇത് നോട്ട് ചെയ്ത് വെച്ചോളണം. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസിയും k എന്ന് പറയുന്നത് വേവ് നമ്പറുമാണ്. അടുത്ത ചോദ്യം, ഇഫ് ഫ്രീക്വൻസി ഈസ് ഡബിൾഡ് വൈൽ വേവ് ലെങ്ത് ഈസ് ഹാഫ്ഡ് വേവ് വെലോസിറ്റി വിൽ ബി ഡാഷ്. അതായത് ഫ്രീക്വൻസി ഇരട്ടിയാക്കുകയും വേവ് ലെങ്ത് പകുതിയാക്കുകയും ചെയ്താൽ വേവ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്താ വേവ് വെലോസിറ്റി ഓഫ് വേവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? f λ വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഫ്രീക്വൻസി × വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ f × 2 ആക്കി മാറ്റുന്നു, ലാംഡ /2 ആക്കി മാറ്റുന്നു. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ്? അത് സെയിം ആയിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് സെയിം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ക്വാണ്ടിറ്റി റിമൈൻസ് സെയിം ഫോർ ഓൾ വേവ്സ് ഇൻ എ ഗിവൻ മീഡിയം. അതായത് ഒരു മീഡിയത്തിൽ തന്നിരിക്കുന്ന എല്ലാ വേവുകളുടെയും ഏത് ക്വാണ്ടിറ്റിയാണ് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം ഫ്രീക്വൻസി. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സോഴ്സ് നോട്ട് ഓൺ ദ മീഡിയം. എന്താണ്? ഫ്രീക്വൻസി ഏത് സോഴ്സിൽ നിന്ന് വരുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. മീഡിയവുമായിട്ട് ഫ്രീക്വൻസിക്ക് ഒരു ബന്ധവും ഇല്ല. അടുത്ത ചോദ്യം, ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് 2 മീറ്റർ അപ്പാർട്ട് ഓൺ എ വേവ് ഓഫ് വേവ് ലെങ്ത് 8 മീറ്റർ ഈസ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫേസ് ഡിഫറൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ വേവ് ലെങ്ത് 8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അഥവാ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഫേസ് ഡിഫറൻസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിളാണ് φ. Δ φ =
2πx/λ 2πx/λ വെച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π × 2/8 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? π/2 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം, ഇൻ എ ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രിങ് ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം മൂവ് ഡാഷ്. ഇവിടെ എന്താണ്? ഒന്നും അറിയേണ്ട. എന്താണ്? ട്രാൻസ്വേഴ്സ് വേവിനകത്ത് പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വേവ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ. എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ഇൻ ട്രാൻസ്വേഴ്സ് വേവ്സ് പാർട്ടിക്കിൾ മോഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അടുത്ത ചോദ്യം, എനർജി ഓഫ് എ വേവ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ്. അതായത് ഒരു തരംഗത്തിൻ്റെ ഊർജം എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷനിൽ കുറേ തന്നിട്ടുള്ളതിൽ നമുക്ക് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? A² ആണ്. എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡണൽ വേവ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുദൈർഘ്യ തരംഗം അഥവാ ലോഞ്ചിറ്റ്യൂഡണൽ വേവിന് ഉദാഹരണം എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ്? സൗണ്ട് ഇൻ എയർ. സൗണ്ട് ഇൻ എയർ എന്താണ്? ലോഞ്ചിറ്റ്യൂഡണൽ വേവ് ആണല്ലേ. നമ്മൾ പിക്ചറൊക്കെ വെച്ച് നേരത്തെ നോക്കിയതാണ്. എന്താണ്? സൗണ്ട് ഇൻവോൾവ്സ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻ. ലോഞ്ചിറ്റ്യൂഡണൽ വേവിലാണ് എന്തുള്ളത്? കംപ്രഷനും റെയർഫാക്ഷനും വരുന്നത്. പാർട്ടിക്കിൾ മോഷൻ എങ്ങനെയായിരിക്കും? പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അടുത്ത ചോദ്യം, ഇഫ് എ വേവ് ഈസ് ഗിവൻ ബൈ y = 0.05 sin 2πt - πx ഫൈൻഡ് ഇറ്റ്സ് വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു വേവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വേവിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് λ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാണ് തന്നേക്കുന്നതെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ്? വേവിൻ്റെ ഇക്വേഷൻസ് ഒക്കെ അറിയാം അല്ലേ. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്? y = a sin ωt - kx എന്ന ഒരു ഫോർമാറ്റിലാണ് ഈ ഇക്വേഷൻ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കെയുടെ സ്ഥാനത്ത് ആരാണുള്ളത്? പൈ ആണുള്ളത്. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ പൈ എന്ന് കിട്ടി അല്ലേ. കെയുടെ വാല്യൂ പൈ എന്ന് കിട്ടി. കെ എന്ന് വെച്ചാൽ വേവ് നമ്പറിൻ്റെ വാല്യൂ പൈ എന്ന് കിട്ടി. അപ്പോൾ ഈ വേവ് നമ്പർ കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2π/λ എന്നല്ലേ. 2π/λ. ലാംഡയാണ് നമ്മുടെ വേവ് ലെങ്ത്. അതിൽ നിന്ന് നമുക്ക് എന്താണ്? λ = 2 മീറ്റർ എന്ന് കിട്ടും. എങ്ങനെയാണ്? λ = 2π/k. കെയുടെ വാല്യൂ നമുക്കറിയാം പൈ. അപ്പോൾ 2π/π = 2 മീറ്റർ. അതാണ് നമ്മുടെ വേവ് ലെങ്ത്. അടുത്ത ചോദ്യം, ഇൻ എ ട്രാൻസ്വേഴ്സ് വേവ് പാർട്ടിക്കിൾ വൈബ്രേഷൻ ഈസ് ഡാഷ്. അതായത് ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ പാർട്ടിക്കിൾ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും എന്നതാണ് ചോദ്യം. നമുക്കറിയാമല്ലേ ട്രാൻസ്വേഴ്സ് വേവിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾ വൈബ്രേഷൻ? പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ആണ്. ഇൻ ട്രാൻസ്വേഴ്സ് വേവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു വേവ് ഡയറക്ഷൻ. അതേപോലെ ട്രാൻസ്വേഴ്സ് വേവിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത് ഏതാണ്? ലൈറ്റ് വേവ്സ് ഓൺ സ്ട്രിങ്സ് ഒക്കെ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിളാണ്. അടുത്ത ചോദ്യം, ഇൻ എ ലോഞ്ചിറ്റ്യൂഡണൽ വേവ് പാർട്ടിക്കിൾ വൈബ്രേഷൻ ഈസ് ഡാഷ്. അതായത് ലോഞ്ചിറ്റ്യൂഡണൽ വേവ് അഥവാ അനുദൈർഘ്യ തരംഗത്തിൽ പാർട്ടിക്കിൾ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും എന്നതാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അതായത് വേവിൻ്റെ ഡയറക്ഷന് സമാന്തരമായിരിക്കും എന്താണ്? കണികകളുടെ ചലനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പ്ലനേഷൻ നോക്കിക്കേ. ലോഞ്ചിറ്റ്യൂഡണൽ വേവ്സ് ഹാവ് കംപ്രഷൻസ് ആൻഡ് റെയർഫ്രാക്ഷൻസ് സച്ച് ആസ് സൗണ്ട് വേവ്സ് ഇൻ എയർ അല്ലേ. ലോഞ്ചിറ്റ്യൂഡണൽ വേവ്സിലാണ് ആരുള്ളത്? കംപ്രഷനും റെയർഫാക്ഷനും ഉള്ളത്. ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്. അടുത്ത ചോദ്യം, സൗണ്ട് വേവ്സ് ഇൻ എയർ ആർ ഡാഷ്. അതായത് നമ്മുടെ സൗണ്ട് വേവ്സ് ഏത് തരം വേവ്സിന് ഉദാഹരണമാണെന്നാണ്. ഏത് വേവ്സിനാണ്? ലോഞ്ചിറ്റ്യൂഡണൽ വേവ്സ്. എക്സ്പ്ലനേഷൻ ഒന്നും വായിക്കുന്നില്ല, റെപ്പറ്റീഷൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ വാക്യൂം. അതായത് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ ഇവയിൽ ആർക്കാണ് കഴിയുന്നതെന്നാണ്. അതായത് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. അത് ആർക്കാണ്? ഇവിടെ ലൈറ്റ് വേവിനാണ്. ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് എ മീഡിയം. ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തിൻ്റെ ആവശ്യമില്ല? ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല.
അടുത്ത ചോദ്യം, ഇൻ എ ലോഞ്ചിറ്റ്യൂഡനൽ വേവ് കംപ്രഷൻസ് ആർ റീജിയൻ ഓഫ് ഡാഷ്. അതായത് ഒരു ലോഞ്ചിറ്റ്യൂഡനൽ വേവ്സിൽ കംപ്രഷൻസ് ഇല്ലേ, കംപ്രഷൻസ് അഥവാ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഭാഗമാണെന്നാണ് ചോദ്യം. എന്താണ്? ഹൈ പ്രഷർ ആൻഡ് ഹൈ ഡെൻസിറ്റി, ഉയർന്ന മർദ്ദവും ഉയർന്ന ഡെൻസിറ്റിയുമുള്ള ഭാഗങ്ങളാണ് കംപ്രഷൻസ്. എക്സ്പ്ലനേഷൻ, ഇൻ കംപ്രഷൻസ് പാർട്ടിക്കിൾസ് ആർ ക്ലോസർ ടുഗദർ, ദാറ്റ് ഈസ് ഹൈ പ്രഷർ ആൻഡ് ഹൈ ഡെൻസിറ്റി. അതായത് കംപ്രഷൻസിൽ എന്ന് പറയുന്നത് പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്തായി കാണുന്നു, അതുകൊണ്ട് തന്നെ ഹൈ പ്രഷറും ഹൈ ഡെൻസിറ്റിയും ആയിരിക്കും. അടുത്ത ചോദ്യം, ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 100 ഹെർട്സ് ആൻഡ് ലാംഡ ഇസ് ഈക്വൽ ടു 3 മീറ്റർ, ദ സ്പീഡ് ഓഫ് വേവ് ഈസ് ഡാഷ്. അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ഹെർട്സും വേവ് ലെങ്ത് എന്ന് പറയുന്നത് 3 മീറ്ററും ആണെങ്കിൽ ആ വേവിൻ്റെ സ്പീഡ് എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ 100 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് വേവ് പ്രോപ്പർട്ടി ചേഞ്ചസ് വെൻ സൗണ്ട് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ. അതായത് ശബ്ദം വായുവിൽ നിന്നും ജലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏത് തരംഗ സ്വഭാവത്തിനാണ് വ്യത്യാസം വരുന്നതെന്നാണ് ചോദ്യം. ഉത്തരം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ സോഴ്സ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് സോഴ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് മാറിയാലും എന്തിന് വ്യത്യാസം വരില്ല? ഫ്രീക്വൻസിക്ക് വ്യത്യാസം വരില്ല. പക്ഷേ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യും. എന്താണ്? വേവ് ലെങ്ത് ചേഞ്ചസ് ആസ് സ്പീഡ് ചേഞ്ചസ് ഇൻ ന്യൂ മീഡിയം. അതായത് ഓരോ മീഡിയത്തിലുമുള്ള സ്പീഡ് മാറുന്നതനുസരിച്ച് എന്താണ്? വേവ് ലെങ്ത്തും മാറും. അടുത്ത ചോദ്യം, വെൻ എ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ്സ് ഇൻ എയർ വാട്ട് കൈൻഡ് ഓഫ് വേവ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അതായത് ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഏത് തരം വേവ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ലോഞ്ചിറ്റ്യൂഡനൽ വേവ്. ഇത് നമ്മുടെ ആ പിക്ചർ ഒന്ന് മൈൻഡിൽ വെച്ചിരുന്നാൽ നമുക്ക് എഴുതാം അല്ലേ. എന്താണ്? ലോഞ്ചിറ്റ്യൂഡനൽ വേവ് ആണ് ട്യൂണിംഗ് ഫോർക്ക് ഉണ്ടാക്കുന്നത്. സൗണ്ട് വേവ്സ് ഫ്രം എ ട്യൂണിംഗ് ഫോർക്ക് കൺസിസ്റ്റ് ഓഫ് കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ്. അടുത്ത ചോദ്യം, ഇൻ ട്രാൻസ്വേഴ്സ് വേവ്സ് ഓൺ എ സ്ട്രിങ് ഇഫ് ടെൻഷൻ ഈസ് ഇൻക്രീസ്ഡ് വേവ് വെലോസിറ്റി ഡാഷ്. അതായത് സ്ട്രിങ്ങിലെ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ കൂട്ടിയാൽ എന്താണ് വേവ് വെലോസിറ്റിക്ക് വരുന്ന ചേഞ്ച് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. വേവ് വെലോസിറ്റി V ഇസ് ഈക്വൽ ടു √T/μ. ഇതിൽ T എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൻ്റെ ടെൻഷനും മ്യൂ എന്ന് പറയുന്നത് ലീനിയർ മാസ് ഡെൻസിറ്റിയുമാണ്, അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഇതിൽ ടിയുടെ വാല്യൂ കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? അതായത് ടെൻഷൻ കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? സോ മോർ ടെൻഷൻ ഈസ് ഈക്വൽ ടു ഹയർ വെലോസിറ്റി. അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ഇന്ന് വേവ് മോഷൻ എന്ന ടോപ്പിക്കിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ തന്നെ വരുന്ന സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.